ഞാനും കലാഭവൻ മണി അദ്ദേഹവുമായിട്ട് ഒരു വളരെ വളരെ ഡിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു ബ്ലഡ് റിലേഷൻ പോലത്തെ ഒരു സംഭവമുണ്ട്. അത് പറയാൻ വന്നാൽ മറ്റേ നിന്റെ ചെറിയമ്മയുടെ വല്യമ്മാവന്റെ മോളാ എന്റെ വല്യച്ചിയുടെ മോള് അതുപോലെ പറയേണ്ടി വരും. സോ എനിക്ക് അതിനെപ്പറ്റി അങ്ങനെ വലിയ രീതിയിൽ റിവീൽ ചെയ്യാനും തോന്നുന്നില്ല. പോരാത്തതിന് ഞാൻ അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ ഒരു 3-4 കൊല്ലം മുമ്പ് വരെ ചാലക്കുടി ആ പരിസരത്ത് താമസിച്ചിരുന്നുകൊണ്ടിരുന്ന ആളാണ്. അപ്പോൾ ഈ ഒരു പോയിന്റ് ഓഫ് വ്യൂവും ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഉണ്ടാവും. കലാഭവൻ മണി എന്ന് പറയുന്ന ആ മനുഷ്യന് ഒരു ലെജൻഡ് എന്ന് പലപ്പോഴും ആൾക്കാർ പറയുമ്പോഴും അദ്ദേഹത്തിൻ്റെ കഥ നമ്മൾ എടുത്തു നോക്കുമ്പോൾ, എസ്പെഷ്യലി ആ എൻഡിങ്ങിലേക്കൊക്കെ വരുമ്പോൾ, അത് വലിയൊരു ട്രാജിക് ലോസ് ആണ്, ഒരു ട്രാജഡി പോലെയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം അവസാനിച്ചത്. വലിയൊരു ഡൗൺഫാളിൽ ചെന്നിട്ടാണ് അദ്ദേഹം മരിച്ചതും. അതൊരിക്കലും ഒരു കാരണത്തിൻ്റെ പുറത്തായിരുന്നില്ല. ആ ഡൗൺഫാളിന് ഒരുപാട് കാരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഏറ്റവും ആദ്യം തന്നെ അദ്ദേഹത്തിൻ്റെ ബിഗിനിങ് എന്ന് പറയുന്നത് വളരെ ഹമ്പിളായിട്ടുള്ള ഒരു ബിഗിനിങ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, വളരെ താഴേക്കിടയിൽ നിന്നാണ് വന്നത്. അതൊന്നും ഞാൻ പറഞ്ഞു തരേണ്ട ഒരു ആവശ്യമില്ല. ഏറ്റവും ആദ്യത്തെ അദ്ദേഹത്തിൻ്റെ റോൾ എന്ന് പറയുന്നത് ഒരു ഓട്ടോറിക്ഷക്കാരനായിട്ട് തന്നെയായിരുന്നു. സുരേഷ് ഗോപിയുടെ അക്ഷരം എന്ന് പറയുന്ന സിനിമയാണ്. അത് ഹരിസാർ ദൈവമാണ് ഹരിസാർ ചാലക്കുടിക്കാരൻ ചങ്ങാതി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ബയോപിക് എന്ന് അവകാശപ്പെടുന്ന ആ പടത്തിൽ ഇതിൽ പുള്ളിക്കാരൻ ഇതുപോലെ ഓട്ടോ ഡ്രൈവറായിട്ട് അഭിനയിക്കുകയും ചെയ്തു. പിന്നെ അത് കട്ടായി പോയി എന്നൊക്കെയാണ് പറയുന്നത്. അല്ല, ശരിക്കും കലാഭവൻ മണി അദ്ദേഹം അതിൽ അഭിനയിച്ചിട്ടുണ്ട്. ആ സീൻ നമ്മളിപ്പോഴും യൂട്യൂബിൽ പോയി നോക്കിയാൽ കാണാനും പറ്റും. അതിൽ പുള്ളി ഈ പറയുന്ന പോലെ അറിയാതെ കിക്കർ വലിച്ചൂരി എന്നൊക്കെ ഉള്ള കഥ പുള്ളി പല ഇൻ്റർവ്യൂസിലും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ചാലക്കുടിക്കാരൻ ചങ്ങാതിയിൽ സുരേഷ് ഗോപിനെ അത്യാവശ്യം താഴ്ത്താൻ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതെന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ആസ് എ മാറ്റർ ഓഫ് ഫാക്ട്, കലാഭവൻ മണിയുടെ കല്യാണത്തിന് എൻ്റെ ഒരു അറിവ് വെച്ച് മലയാള ഇൻഡസ്ട്രിയിൽ നിന്ന് സുരേഷ് ഗോപി മാത്രമേ വന്നിട്ടുള്ളൂ. ആൻഡ് അദ്ദേഹത്തിനൊരു ഏറ്റവും വലിയൊരു ബ്രേക്ക് കൊടുത്തത് സല്ലാപത്തിലെ ചെത്തുകാരൻ്റെ റോളാണ്. അതിനുശേഷമാണ് പുള്ളിക്ക് ഒരുപാട് റോൾസ് വരാൻ തുടങ്ങിയത്. പിന്നെ പതുക്കെ ഒരുപാട് റോൾ, അതും ദിലീപിൻ്റെ ഒപ്പം എപ്പോഴും ഉണ്ടാവും കൊമേഡിയനൊക്കെ ആയിട്ട് ഒരുപാട് റോൾസ് ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു. കൊമേഡിയനായിട്ട്, വില്ലനായിട്ട്, സൈഡ് ക്യാരക്ടറായിട്ട്. പിന്നെ വലിയൊരു മേജർ ചേഞ്ച് ഉണ്ടാവുന്നത് ബെൻ ജോൺസൺ ഇറങ്ങുമ്പോഴാണ് 2005. കാരണം അതാണ് അദ്ദേഹം നായകനായിട്ട് കൊമേഴ്ഷ്യൽ സക്സസ്, അതും മാസ് മസാല കൈൻഡ് ഓഫ് പടമായിരുന്നു. അത് ആ ഒരു പടത്തോടുകൂടി പുള്ളി ഒരു മാസ് ഹീറോ ആയിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയ പോലെയായിരുന്നു. തമിഴിലെ ആക്ടേഴ്സ് ഈ പരിപാടി കറക്റ്റായിട്ട് ചെയ്യും. നമ്മുടെ ഇവിടെ ഒരു പ്രശ്നമുണ്ട്, നമ്മളുടെ ആൾക്കാർ സ്റ്റാർഡം ശ്രദ്ധിക്കില്ല. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഹീറോ ആയിട്ട് എസ്റ്റാബ്ലിഷ് ആയിട്ട് ഒരു പടം കൊമേഴ്ഷ്യൽ സക്സസ് ഉണ്ടാക്കി എങ്കിൽ നമ്മൾ മാക്സിമം ലീഡ് റോൾസ് തന്നെ പ്ലേ ചെയ്യാൻ നോക്കുക. മാക്സിമം ഇല്ലെങ്കിൽ ഇതുപോലെ കയ്യിൽ നിന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഈവൻ സപ്പോർട്ടിങ് റോൾസ് അതുപോലത്തെ കാര്യങ്ങൾ വന്നാൽ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള പ്രൊഡക്ട്സിനെ നമ്മൾ കൈയെടുക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ടൊവിനോ ലൂസിഫറിനൊക്കെ കൊടുത്ത പോലെ. കലാഭവൻ മണി ഇതിന് ശേഷം എന്താ പ്രശ്നം ഉണ്ടായതെന്ന് വെച്ചാൽ, പുള്ളി ഇപ്പോൾ കുറേ സൈഡ് റോൾസ്, വില്ലൻ റോൾസ് അങ്ങനെ പിന്നെയും ചെയ്തു തുടങ്ങി. പക്ഷേ അത് ആ ഒരു സംഭവം റിയലൈസ് ചെയ്ത് പുള്ളി പിന്നെയും ലീഡ് റോൾസ് ചെയ്യാൻ പോയിപ്പോൾ പുള്ളിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഭയങ്കര മോശമായിപ്പോയി. കാരണം പിന്നെ പുള്ളി ലീഡിൽ വന്ന പടങ്ങൾ മൊത്തം വളരെ ചവർ പടങ്ങളായിരുന്നു. ലോകനാഥൻ IAS, പായും പുലി, എബ്രഹാം ആൻഡ് ലിങ്കൻ, അങ്ങനെ കുറേ ചവറ് പടങ്ങളാണ് അദ്ദേഹം കൊണ്ടുപോയി തല വെച്ച് കൊടുത്തത്. പിന്നെ ബ്ലാക്ക് സ്റ്റാലിയൻ, അതുപോലത്തെ കുറേ പടങ്ങളുണ്ട്. പിന്നെ ആ ടൈമിലും മിക്ക പടങ്ങളും നമ്മുടെ മലയാള സിനിമയ്ക്ക് തന്നെ ഒരു മോശം അവസ്ഥയായിരുന്നു. ആ ടൈമിൽ ഒരു 2000s ആ ഒരു ടൈമും 2010s ആ ഒരു ടൈമും വളരെ മോശം ടൈമായിരുന്നു നമ്മുടെ മലയാള സിനിമയ്ക്ക്. ഇറങ്ങുന്ന മിക്ക പടങ്ങളും പൊട്ടുക, മിക്കതും ഊളപ്പടങ്ങളായിരിക്കുക. ദിലീപിൻ്റെ പടങ്ങളാണ് ആ ടൈമിലൊക്കെ ഭയങ്കരമായിട്ട് കൊയ്തുകൊണ്ടിരുന്നത്. അതിനുള്ള ക്വാളിറ്റി ആ പടങ്ങൾക്ക് ഉണ്ടായിരുന്നു. 2010s ഒക്കെ വരെ കേട്ടോ, അത് വരെ. പിന്നെ കരിയറിലെ ഏറ്റവും വലിയ ബ്രേക്ക് വരുന്നത് എന്തിരനിൽ 2010 പുള്ളി അഭിനയിച്ചുകൊണ്ടാണ്. ഇന്ന് നമ്മൾ ഈ റീലിൽ പല തമിഴ് റീൽസും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കലാഭവൻ മണിയുടെ. ഏറ്റവും എടുത്ത് പറയുന്നത് പുള്ളിയുടെ ജെമിനിയിലത്തെ പെർഫോമൻസ് ഒക്കെയാണ്. പക്ഷേ ആ ടൈമിൽ എൻ്റെ ആ ഒരു ടൈമിലുള്ളവർക്ക് മനസ്സിലാവും, ആ 2010 ആ എന്തിരൻ ഇറങ്ങിക്കഴിഞ്ഞതിന് ശേഷം എവിടെ നോക്കിയാലും കലാഭവൻ മണിയായിരുന്നു. അത്രയും ട്രെൻഡാണ് പുള്ളി അവിടെ സൃഷ്ടിച്ചു വെച്ചത്. ജെമിനിയിലൊക്കെ പുള്ളി കിടിലും വില്ലനായിട്ടൊക്കെ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും പക്ഷേ ഇന്നത്തെ കാണുന്ന അത്രയൊരു അപ്രീസിയേഷനോ ആ ഒരു ജനപ്രീതിയോ ഒന്നും അന്ന് ഉണ്ടായിരുന്നില്ല. അന്ന് പിന്നെ ഇത് ഇത്രയും സോഷ്യൽ മീഡിയ കാര്യങ്ങളും ഇല്ല. അന്ന് ആ പടമുള്ളത് TV-യും പത്രമൊക്കെയാണ്. അത് ഈ വരണമെങ്കിൽ തന്നെ തല കുത്തി മുക്കറിടണം. പിന്നെ പതുക്കെ 2014-15 ആയപ്പോൾ പതുക്കെ കലാഭവൻ മണിയുടെ സിനിമകൾ കുറഞ്ഞു. ആൾക്കാർ അങ്ങനെ കാണാതായി. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അദ്ദേഹം മരിക്കുന്നതിനേക്കാൾ 1 കൊല്ലം മുമ്പ് ഏതോ ഒരു ഓണപ്പരിപാടിയിൽ ഞാൻ കണ്ടപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ക്ഷീണിച്ച് മെലിഞ്ഞ് ഒരുമാതിരിയായിട്ടിരിക്കുന്നു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, ശരിയാണല്ലോ കലാഭവൻ മണിയുടെ പടങ്ങളൊക്കെ വന്നിട്ട് അത്യാവശ്യം, അതായത് ആ ഒരു മെയിൻ സ്ട്രീമിൽ ശ്രദ്ധ പിടിച്ചിട്ട് കുറേ നാളായല്ലോ എന്ന്. ഏകദേശം ആൾക്കാരൊരു മറന്ന രീതിയിലായിരുന്നു ആ ടൈമിൽ ഉള്ളത്. പറയാലോ, അദ്ദേഹം മരിച്ചതിന് ശേഷമാണ് അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ആ ഒരു അറ്റൻഷനും ആ ഒരു ജനപ്രീതിയൊക്കെ കിട്ടിയതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. പലരും അദ്ദേഹത്തിന് ജീവിച്ചിരുന്നപ്പോൾ കൊടുക്കാത്തൊരു വിലയാണ് മരിച്ചതിന് ശേഷം കൊടുത്തുകൊണ്ടിരുന്നത്.
സത്യം പറഞ്ഞാൽ എനിക്ക് ആ ടൈമിലൊക്കെ തോന്നിയിട്ടുണ്ട് ഇത് എന്തിനാണ്, ഇത് ആരെ കാണിക്കാനാണ് ഇതെന്ന്. അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ ആ ഒരു നമ്മളാരും അങ്ങനെ കാണാത്തൊരു സൈഡ് നമ്മൾ കണ്ടത്. അദ്ദേഹം എത്രത്തോളം ജനങ്ങളുടെ ഉള്ളിലുണ്ടെന്ന് നമ്മൾ കണ്ടത് ആ ദിവസമാണ്, അദ്ദേഹം മരിച്ചൊരു ദിവസമാണ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ചാലക്കുടി ഭാഗത്തേക്കൊന്നും ആ ദിവസം പോകാനേ പറ്റില്ലായിരുന്നു, അത്രയും തിരക്കായിരുന്നു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വീടിൻ്റെ മതിൽ വരെ പൊളിഞ്ഞു പോയി ആൾക്കാരുടെ തിരക്ക് കാരണം. എൻ്റെ ഒരു അനാലിസിസിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡൗൺഫാളിന് ഏറ്റവും വലിയ കാരണം 1-2 കാരണങ്ങളുണ്ട്, ഒരെണ്ണമല്ല. ഒന്നാമത്തെ കാര്യം, അദ്ദേഹം ഭയങ്കര നല്ല ആളായിരുന്നു. ഭയങ്കര നല്ല ആൾക്കാർക്ക് ഇവിടെ തീർന്നു പോകും നമ്മൾ, സത്യം പറയാലോ. ഭയങ്കര നല്ല ആൾക്കാർ ഈ ലോഗോ എടുത്തിട്ട് അങ്ങോട്ട് കൊന്നുകളയും. പണ്ടത്തെ അദ്ദേഹത്തിൻ്റെ കുറേ പ്രോഗ്രാംസ്, ഇൻ്റർവ്യൂസ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും, ആരെന്തു വന്ന് ചോദിച്ചാലും ജെനുവിനാണോ അല്ലയോ എന്ന് പോലും നോക്കില്ല, അപ്പം തന്നെ പുള്ളി അതെടുത്ത് കൊടുത്തു കളയും. എന്താണോ ചോദിച്ചാൽ അത് കൊടുത്തു കളയും. അതുപോലത്തെ ഒരു മനുഷ്യനാണ്. അങ്ങനെയൊന്നും നമ്മൾ ഒരിക്കലും ആവാൻ പാടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റേതായിട്ടുള്ള ഫിലോസഫി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആൻഡ് ഞാൻ ചെറുപ്പത്തിൽ ഒരുപാട് തവണ അദ്ദേഹത്തിനെ കണ്ടിട്ടുണ്ട്. ഞാൻ എപ്പോൾ കണ്ടാലും ഒരു വണ്ടി നിറച്ച ആൾക്കാർ പുള്ളിയുടെ ഒപ്പം ഉണ്ടാവും. എപ്പോൾ കണ്ടാലും എവിടെ പോയാലും ഒരു വണ്ടി നിറച്ച ആൾക്കാരുണ്ടാവും. കാരണം അദ്ദേഹം അത്രയും കൂട്ടുകാരെന്നും പറഞ്ഞ് മരിച്ചു കിടക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. നമ്മൾ കൂട്ടുകാരെ സെലക്ട് ചെയ്യുന്നത് എസ്പെഷ്യലി ഒരു നല്ല ബുക്ക് നോക്കി വാങ്ങിക്കുന്ന പോലെയാണെന്ന് എൻ്റെ പണ്ടത്തെ ഒരു ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. അതുതന്നെ ഞാൻ നിങ്ങളോടും പറയുകയാണ്, നമ്മളെ എല്ലാ ബുക്കും നല്ലതായിരിക്കില്ല. നമ്മൾ നല്ല രീതിയിൽ ബുക്ക് നോക്കി സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നല്ലൊരാളാവാൻ പറ്റും. പിന്നെ ആൽക്കഹോളിസം, അദ്ദേഹം വളരെയധികം മദ്യപിക്കുന്ന ഒരാളാണ്. നമ്മുടെ ആ പരിസരത്ത് ആ ടൈമിലുള്ള മിക്കവർക്കും ഇതുപോലത്തെ കഥകളൊക്കെ അറിയാം. അദ്ദേഹം ഇതുപോലെ മദ്യപിക്കാറുണ്ടായിരുന്നു. അതുപോലെ കൂട്ടുകാരുടെ ഒപ്പമാണ് മെയിനായിട്ട് പരിപാടികളൊക്കെ. മരിക്കുന്നതിന് മുമ്പ് വരെ അദ്ദേഹത്തിൻ്റെ ഔട്ട് ഹൗസ് ആയിട്ടുള്ള പാടി എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് അദ്ദേഹം ഇരുന്ന് മദ്യപിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു എന്ന് നമ്മുടെ റിട്ടയർഡ് പോലീസ് ഓഫീസറായിട്ടുള്ള RK ജയരാജൻ. അദ്ദേഹം മണിയായിട്ട് ഭയങ്കര അടുത്ത പരിചയമുള്ള ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഫാരി ചാനലിലെ ചരിത്രമിന്നിലൂടെ എന്ന് പറയുന്ന പുള്ളിയുടെ ഒരു സെഗ്മെൻ്റ് ഉണ്ട്, മണീനെ കുറിച്ച് മാത്രം പറയുന്നൊരു സെഗ്മെൻറ്റ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, ഈവൻ മമ്മൂക്കേനെ കൊണ്ട് ആ ടൈമിൽ പുള്ളി വിളിപ്പിച്ചിട്ടും അദ്ദേഹം ഫോൺ എടുത്തില്ല. അത്രയും മാരകമായിട്ടുള്ള രീതിയിൽ മദ്യപിക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ കണ്ടേ പറ്റൂ, കലാഭവൻ മണിയെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്നേ പറ്റൂ എന്നുള്ളൊരു ഇതിലവർ നിന്ന് പിറ്റേ ദിവസം പോകാമെന്ന് വേണ്ടി ഇരിക്കുമ്പോഴാണ് കലാഭവൻ മണി അഡ്മിറ്റ് ആവുന്നതും പിറ്റേ ദിവസം മരിച്ചു പോകുന്നതും. ആൻഡ് ഇതൊരു പ്രശ്നമല്ല, അദ്ദേഹത്തിന് ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു എന്ന് അദ്ദേഹം തന്നെ, നമ്മുടെ RK ജയരാജൻ തന്നെ പറയുന്നുണ്ട്. അത് ഒരു പരിധി വരെ നമുക്ക് കലാഭവൻ മണീനെ കുറ്റം പറയാൻ പറ്റില്ല. കളറിൻ്റെ പേരിലും ജാതിയുടെ പേരിലും അങ്ങനെ പലതിൻ്റെയും പേരിൽ അദ്ദേഹം ചെറുപ്പം തൊട്ടേ ഡിസ്ക്രിമിനേഷൻ അനുഭവിച്ചിട്ടുണ്ട്. അതുള്ള കാര്യമാണ്. അങ്ങനെ വളർന്നു വന്ന ഒരാൾക്ക് പല ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാവും. അങ്ങനെ പല രീതിയിലുള്ള ഒരു കാരണങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ഡൗൺഫാളിന് ആൻഡ് അറ്റ്മോസ്റ്റ് അദ്ദേഹത്തിൻ്റെ മരണത്തിനും വഴി വെളിച്ചത്. ഈവൻ RK ജയരാജൻ തന്നെ ആ ഒരു എപ്പിസോഡിൽ പറയുന്നുണ്ട്, അദ്ദേഹം ആ കലാഭവൻ മണി മരിക്കുന്നതിന് ആ ഒരു ടൈമിൽ അദ്ദേഹത്തിന് അക്യൂട്ടായിട്ടുള്ള ഫാറ്റി ലിവർ ഉണ്ടായിരുന്നു. ആ ടൈമിലെന്ന് വെച്ചാൽ ഫാറ്റി ലിവർ എന്നൊക്കെ പറഞ്ഞാൽ ഉള്ളപ്പോൾ നമ്മൾ മദ്യം കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല. ആ ടൈമിൽ അദ്ദേഹം 2-3 ദിവസമൊക്കെ ഇരുന്ന് മദ്യപിക്കുകയായിരുന്നു. സോ കലാഭവൻ മണി എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഡൗൺഫാളിൽ, അദ്ദേഹത്തിൻ്റെ ട്രാജിക് എൻഡിങ്ങിൽ അദ്ദേഹത്തിനും ഒരു പങ്കുണ്ട്. അതൊരു ട്രാജിക്കായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മേ, ഇത് വളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. ഞാൻ വയസ്സനല്ലടി കിളവനല്ലടി തങ്കമ്മോ, ഇത് വളനിയാണ്ടവൻ കനിഞ്ഞതാണടി തങ്കമ്മേ. ഒരുത്തൻ്റെ പമ്പൊടിച്ച് ചടിയ തങ്കമ്മേ.